ഞാൻ കേരള സ്റ്റോറി 2 ട്രെയിലർ കണ്ടു കേട്ടോ. എന്ത് തെണ്ടിത്തിനെ പറ്റി പറയണത്. അയ്യോ, ഇത് കേരളത്തെ പക്കായിട്ട് മോശപ്പെടുത്താനും ഇസ്ലാമിനെ അടിച്ച് താത്താനും വേണ്ടിയിട്ടാണ്. ഇസ്ലാമിനെ മോശപ്പെടുത്തിയിട്ട് ഇസ്ലാം എന്തൊക്കെയോ ചെയ്യാണെന്ന് പറയാം. എന്താണിതിൽ കാണിക്കേണ്ടത്? എനിക്കൊന്നും മനസ്സിലായില്ല. മുസ്ലിങ്ങൾ ഹിന്ദു പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചിട്ട് വ്യഭിചാരത്തിന് വിടുക, അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുക, എന്തൊക്കെ ഇതിൽ കാണിക്കണത് എനിക്കൊന്നും മനസ്സിലാവണില്ല. അതിൽ പറയാണ് അഗലബി സാൽമേ സ്റ്റേറ്റ് പൂര ഇസ്ലാമിക് സ്റ്റേറ്റ് ഹോ ജായേഗ, ശരീഅത്ത് നിയമം ഞങ്ങൾ കൊണ്ടുവരും. എന്ത് കള്ളത്തരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പടം. അതിലൊരു തരി സത്യത്തിൻ്റെ ഒരു ഭാഗം പോലും ഇല്ല. ഇതിൽ എനിക്ക് തോന്നിയതൊരു കാര്യം പറഞ്ഞു കേട്ടോ. ഇതിൽ ഹിന്ദുക്കളോട് ഇങ്ങനെ പരത്തണം. അവർ നമ്മളത് ചെയ്യും, അവർ നമ്മളിത് ചെയ്യും, അവർ നമ്മളെ പെണ്ണുങ്ങളെ കൊണ്ടുപോയിട്ട് അങ്ങനെ ചെയ്യും. എനിക്കൊന്നും മനസ്സിലാവിടുന്നില്ല. ലവ് ജിഹാദാണത്. മറ്റേ കോടതി വരെ പറഞ്ഞിരിക്കുന്നത് കള്ളത്തരാണ് ലവ് ജിഹാദ്, നുണ പറയാനുള്ള ലവ് ജിഹാദ്. എന്നിട്ട് ഇപ്പോഴും ഇവർ ഹിന്ദുക്കളോട് ഇങ്ങനെ നുണ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. വിശ്വസിക്കുന്നവർ വിശ്വസിക്കുക. സത്യം പറയല്ല, വിശ്വസിക്കുന്നത് വിഡ്ഢികൾ മാത്രമാണ് ഇത് വിശ്വസിക്കുക. അല്ലാത്തവരും ഇത് വിശ്വസിക്കുന്നില്ല. ഇത് കേരളത്തിൻ്റെ പേര് അത്രയും മോശപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. മുസ്ലിമിന് പിന്നെ ടാർഗറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ അവർ പൊതുവെ BJPയുടെ ആൾക്കാരായാലും മറ്റുള്ള ആൾക്കാരായാലും ഇസ്ലാമിനെ ഓൾവേസ് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ സമൂഹത്തിനോട് അത്ര പ്രതിബദ്ധതയുള്ളവരാണെന്ന് അവർ ഒരിക്കലും മനസ്സിലാക്കണില്ല. ഞങ്ങളൊക്കെ ഇവിടുന്ന് പോട്ടെ, അപ്പോൾ അവർക്ക് അറിയാം. ഞാനൊരു വീഡിയോയിൽ കേട്ടിട്ടുണ്ട്, മുസ്ലിങ്ങളില്ലാത്തൊരു ഗ്രാമം നിങ്ങളെടുത്ത് നോക്കുക, അവിടെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവപ്പെടുന്നത് താഴ്ന്ന ജാതിയിലുള്ള ഹിന്ദുക്കളാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കളാം. അവിടെ അവർ തന്നെയാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഞങ്ങളൊക്കെ സമൂഹത്തിനോട് അത്ര പ്രതിബദ്ധത ഉള്ളത്. ഞങ്ങളുടെ മുസ്ലിമിൻ്റെ അതിൻ്റെ ആളെ കൂട്ടിയിട്ടൊന്നും കാര്യമില്ല. ഞങ്ങളുടെ മുസ്ലിമിൽ നിർബന്ധമായിട്ട് മതപരിവർത്തനം പാടില്ല. ആളെ കൂട്ടിയിട്ട് ഇസ്ലാമിലൊന്നും കാര്യമില്ല. ഉള്ള ആൾക്കാർ നല്ല ഈമാനുള്ള ആൾക്കാരാവണം എന്നുള്ളൂ. അല്ലാതെ ഞങ്ങളുടെ ഇസ്ലാമിലെ ആളെ കൂട്ടിയിട്ടൊന്നും കാര്യമില്ല. ഒരു മുസ്താവ് എന്നിട്ട് പറയാം ഞങ്ങളോട്, ഒരാളെ കൂടി നമ്മുടെ ഹിന്ദു പെണ്ണുങ്ങളിലെ കൊടുത്തിട്ട് മുസ്ലിം ആക്കണം. ആ ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടല്ലോ, ആ ഉസ്താദിൻ്റെ അടിച്ച ഉസ്താദിൻ്റെ തലകൊണ്ട് പൊളിക്കും. ആ ഉസ്താവും പറയില്ല, ഉസ്താദിൻ്റെ പേടിയാണ്. അങ്ങനെ പറയില്ല, അവർ ഒറ്റപ്പെടുത്തുമെന്ന് അറിയാം. ഞങ്ങൾ സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഇഷ്ടപ്പെടുന്നവരാണ്. അല്ലാതെ ഞങ്ങൾ അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൽ വെച്ചിട്ട് ഒരു പെണ്ണിനെ പീഡിപ്പിച്ചിട്ട് ആ പീഡിപ്പിച്ച ആളിനെ സപ്പോർട്ട് ചെയ്ത് കൂട്ടത്തിൽ വിട്ടുള്ളവരല്ല ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങളുടെ ഉസ്താദന്മാരായാലും ഞങ്ങളുടെ നേതാക്കളായാലും തെറ്റ് ചെയ്തതിന് തെറ്റാണെന്ന് പറഞ്ഞാൽ തെറ്റ് തന്നെ പറയാം. അതിലവർക്ക് കൂടെ പിന്നിൽ നിൽക്കുന്ന പരിപാടി ഞങ്ങൾക്കില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കതിന് ശക്തമായി എതിർക്കണം കേട്ടോ. ഇതിൽ മുസ്ലിമിനെ പിന്നെ ഓൾറെഡി ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഇന്നൊന്നിലും തുടങ്ങിയ ടാർഗറ്റ് ചെയ്യലൊന്നുമല്ല. അപ്പോൾ അത് തുടർന്നുകൊണ്ടിരിക്കണത്. പക്ഷേ നമ്മുടെ ഒരു സംസ്ഥാനത്തെ മൊത്തം അടച്ചാക്ഷേപിക്കുക. അവിടുത്തെ ആൾക്കാർ, അവിടുത്തെ മുസ്ലിങ്ങളായിട്ടുള്ള ജനങ്ങൾ ഇങ്ങനെയെന്ന് പറയുമ്പോൾ ഭയങ്കര ഇത് തിരിച്ചിട്ടാണെങ്കിലത്തെ അവസ്ഥ ആലോചിക്കുക. ഇത് തിരിച്ചിട്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ ഉണ്ടാക്കി ഒന്നാലോചിക്കുക. ഒരു ഹിന്ദു മുസ്ലിമിനെ കൊണ്ടുപോയിട്ട് അങ്ങനെ ചെയ്യാണ്, ഹിന്ദുക്കൾ നമ്മളെ കൂടിയിട്ട് അങ്ങനെ ചെയ്യും എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു പടം ഉണ്ടാക്കി നോക്കിയേ. ഇവിടെ എന്താ ഉണ്ടാവുക? കത്തും ആ ഭാഗം മൊത്തം. ഞങ്ങൾക്ക് സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ളവരെ ഞങ്ങൾ മനസ്സിലാക്കിക്കളാം.